ഈ വ്യഭിചാരികളെയും അഴിമതിക്കാരെയും അകത്ത് നിന്ന് നമ്മുടെ ആൾക്കാരെ കൊല്ലുന്ന ദേശവിരുദ്ധരെയുമാണ് ഇവിടെ കേരളത്തിലെ ഹിന്ദു സമൂഹം ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും ഇങ്ങനത്തുള്ള ആൾക്കാരൊക്കെ വിജയിക്കണം. മറിച്ച് ധർമ്മബോധമുള്ളവരാണെങ്കിൽ ഇവർ വിജയിക്കില്ല. ഇത് എഴുതി വെച്ചു. ഇലക്ഷൻ കഴിയുമ്പോൾ അറിയും. ഞാൻ ഇത്രയും വന്ന് എന്നെ കൊണ്ടൊരു ശക്തി പറയിപ്പിക്കണം. ഇവന്മാർക്ക് വോട്ട് കൊടുക്കുന്ന കുടുംബം മുടിഞ്ഞു പോവും. ഭദ്രാനന്ദന്റെ പ്രവചനം തെറ്റിയിട്ടില്ല. ആരടുത്തൊക്കെ പറഞ്ഞു. ഞാൻ സുദർശൻ സദാശിവായ സംഘത്തിന്റെ പ്രാന്ത പ്രചാരക സുദർശൻ ജി അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ മുതിർന്ന പല ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. BJP-ക്കാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ സുദർശൻ ജി ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. കാരണം സുദർശൻ ജിക്ക് അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. RSS-കാരൻ ഒന്നിൽ ഒറ്റ കാര്യം അദ്ദേഹം പറയാറുള്ളൂ. നമുക്ക് ഇവിടെ ദേശീയത വളർത്തണം, മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ അവർക്ക് അവരുടെ പ്രോട്ടോക്കോളോ അല്ലെങ്കിൽ അവരുടെ രീതി വെച്ച് അവർ വേറെ ഒന്നിലും സംസാരിക്കുന്ന ചരിത്രമില്ല. എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർ എന്തർത്ഥത്തിലാണ് സംഘം പറഞ്ഞു. സംഘം ഒന്നും ആവശ്യമില്ല, ഇടപെടാറില്ല. ഒരു സ്വയം സേവൻ ഒരിക്കലും ഒരു ചെറ്റത്തരം കാണിക്കാൻ പറ്റില്ല. പക്ഷേ RSS-ന്റെ പേര് പറഞ്ഞ് ഇപ്പൊ ശബരിമലയിൽ അയ്യപ്പൻ ഒരു തെണ്ടിത്തരവും കാണിക്കത്തില്ല. അയ്യപ്പന്റെ പേര് പറഞ്ഞ് തന്ത്രി അവിടെ വന്ന് മോട്ടിച്ചു. വിജയ് മല്യയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുത്തു. അവിടുത്തെ കൊള്ളം നടത്തിയതാരാണ് യഥാർത്ഥത്തിൽ? അത് ഇവർ പറഞ്ഞോ? ഇവരതെല്ലാം മറച്ചു വെച്ചിട്ട് കൊള്ളയ്ക്ക് കൂട്ടം നിന്ന് തന്ത്രിയെ കൊണ്ടു നടക്കുന്നു രാജീവ് ചന്ദ്രശേഖരൻ. പിന്നെ എതിരെയല്ലാതെ പിന്നെ എന്ത് പറയണം? ഇവൻ വിജയ് മല്യയ്ക്കെതിരെ സംസാരിച്ചോ? ഈ താഴിയക്കുടം കംപ്ലീറ്റ് എടുത്തിട്ട് അതിൽ ഇറിഡിയത്തിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി മൂന്തേട്ടനെ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചു. മൂന്തേട്ടനെ പെണ്ണുപിടിയനാക്കി. മൂന്തേട്ടനെ വളരെ രീതിയിൽ മോശമാക്കി. എന്തൊക്കെ മൂന്തേട്ടനെ പറ്റി ഇല്ലാ കഥകൾ പറയാൻ വേണ്ടി ഇവന്മാരൊക്കെ ഇത് പറഞ്ഞു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിനെ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു ദേശീയ നേതൃത്വമുണ്ട്. അവരുടെ മുന്നിൽ അങ്ങ് ശരിക്കും എന്താ പറയുക, അവരുടെ ആ പ്രതീക്ഷകളെ തകർക്കല്ലേ ഇപ്പൊ ഈ ഒരു അവസരത്തിൽ കേരളത്തിലെ നേതാക്കന്മാരെ കുറിച്ച് BJP നേതൃത്വത്തെ കുറിച്ച് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതോടെ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു? ഇവിടെ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം ഇവർ പറയുന്നത് എന്താണ്? ഞാൻ ഇവരുടെ നിന്ന് പൈസ മേടിച്ചു, അവരുടെ നിന്ന് പൈസ മേടിച്ച് ഈ അനാവശ്യം ആരോപണങ്ങൾ കാലങ്ങൾ കുറെ ഞാനിത് കേട്ടതാണ്. പല ആൾക്കാരെ മുകുന്ദേട്ടൻ PP മുകുന്ദേട്ടനെ രാജഗോപാൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം അതായത് K കരുണാകരനാണ്. രാജഗോപാൽ K കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് PP മുകുന്ദേട്ടനെ അവർ രണ്ടുപേരും കൂടെ കൂടുന്ന ഒരു സന്ദർഭത്തിൽ ഹീര ബാബു അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് ഇനാഗുറേഷന് വിളിച്ചു. അപ്പം മുകുന്ദേട്ടൻ ഇദ്ദേഹമായിട്ട് പോയിട്ട് പറഞ്ഞു, മുകുന്ദേട്ടൻ ഇടൂ, അല്ല മുകുന്ദ നീ ഇതിടൂ എന്ന് പറഞ്ഞു. അന്ന് അത് ഇട്ടപ്പോ അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഒരുപാട് ഫ്ലാറ്റുകൾ വിറ്റുപോയി. മുകുന്ദേട്ടൻ ഭയങ്കര രാശിയാണ്, നല്ല അത്രയും ദൈവികമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ ഇവരെന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഞാൻ അടുത്ത് പറഞ്ഞുതരാം. അങ്ങനെ ആ വിറ്റ് പോയതിന്റെ പേരിൽ പിന്നെ സ്ഥിരം ഹീരബാബു ഇദ്ദേഹത്തെ വിളിക്കുമായിരുന്നു. അദ്ദേഹം അത്രയും സ്പിരിച്വലി കുറേ സാധന ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യുകയോ ഒക്കെ ചെയ്ത് പൂജ ചെയ്യുകയോ ഒരു കർമ്മം ചെയ്യുക അനുഗ്രഹിക്കുകയോ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ ഓറ കംപ്ലീറ്റ് അത് റിഫ്ലക്റ്റ് ചെയ്യും, മാറും അത്. അങ്ങനെ മുകുന്ദേട്ടന് ഇദ്ദേഹം ഒരു ഫ്ലാറ്റ് ദക്ഷിണ പോലെ കൊടുത്തു. കുറേ ഫ്ലാറ്റ് വിറ്റപ്പോൾ ഈ രാജഗോപാലും ഈ പറയുന്ന ഇതുപോലത്തെ ഇന്ന് എന്നെ വിമർശിക്കുന്ന പോലുള്ള കുറേ സംഘികളുണ്ട്, സ്വയം സേവരല്ല. അവർ പറഞ്ഞത് മൂന്തേട്ടൻ ദാവൂദ് ഇബ്രാഹിമിന്റെ ബിനാമി ആയിട്ടുള്ള പൈസ മേടിക്കുന്ന ആളുടെ അടുത്തു നിന്നാണ് ഫ്ലാറ്റ് മേടിച്ചെന്ന് പറഞ്ഞ് മൂന്തേട്ടനെ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചു. മൂന്തേട്ടനെ പെണ്ണുപിടിയനാക്കി. മൂന്തേട്ടനെ വളരെ രീതിയിൽ മോശമാക്കി. എന്തൊക്കെ മൂന്തേട്ടനെ പറ്റി ഇല്ലാ കഥകൾ പറയാൻ വേണ്ടി ഇവന്മാരൊക്കെ ഇത് പറഞ്ഞു. അന്ന് ഞാനാണ് മൂന്തേട്ടന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. മൂന്തേട്ടൻ പറയും സംഘത്തിന്റെ ജെയിംസ് ബോണ്ടാണ് ഇതായിരിക്കുന്നതെന്ന് പറയും. തോക്കുസ്വാമി എന്നുള്ള രീതിയിലല്ല പറയുന്നത്. അതിന് മൂന്തേട്ടനാരാ? PP മൂന്തേട്ടൻ, സഞ്ജയ് വിനായക് ജോഷി, നരേന്ദ്രമോദിജി ഇന്ത്യയുടെ ഒരേ സമയത്ത് പ്രചാരകരാണ്. ഇതില് മോദി ഞാനുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ നടത്തേണ്ട ആവശ്യമില്ല. കാരണം മോദി ഇറ്റ്സ് സ്വയം സേവക്. അദ്ദേഹത്തിന്റെ കാര്യം കൃത്യമായിട്ട് രാജ്യത്തിന് വേണ്ടി ചെയ്തു. സ്വന്തം അമ്മ മരിച്ചപ്പോൾ പോലും കൃത്യമായിട്ട് ചടങ്ങ് കഴിഞ്ഞിട്ട് അടുത്ത ഡ്യൂട്ടിക്ക് പോയി സമൂഹത്തിൽ ഒരു സ്വയം സേവന്റെ കർത്തവ്യം എന്താണെന്ന് കാണിച്ചു കൊടുത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് നമുക്ക് തന്നെ അത് കൃത്യമായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. സഞ്ജയ് ജോഷി എന്താണ്, മൂന്തേട്ടൻ എന്താണ്, ഇവർക്ക് ഞാൻ എന്താണ് ഒക്കെ അറിയേണ്ടവർക്ക്. ഇവിടെ ഇവനെയൊക്കെ 4 തെറി വിളിച്ചെന്ന് പറഞ്ഞിട്ട് സംഘം എന്നെ പിടിച്ച് ഇതാക്കാൻ, സംഘത്തിന് ആരുടെയും കേസിൽ ഇടപെടാൻ പറ്റില്ല മാഡം, അതാദ്യം മനസ്സിലാക്കൂ.
വെറുതെ സംഘം 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 എന്ന് പറഞ്ഞ് സംഘത്തിനെ വലിച്ചഴിക്കുകയാണ്. സംഘത്തിന് രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട യാതൊരു റോളും ഇല്ല, രാഷ്ട്രീയത്തിൽ ഇടപെടുകയില്ല. മാൻ മേക്കിംഗ് ഓർഗനൈസേഷനാണിത്, വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സംഘം നമ്മളുടെ സ്കൂളാണ്. എല്ലാവരും, എല്ലാ കള്ളന്മാരും, എല്ലാ തെണ്ടിത്തരവും കാണിച്ചിട്ട് അത് സംഘത്തിന് വിരോധമാണ്. സംഘം തീരുമാനിച്ചിട്ടല്ല ഇവിടെ ഒന്നും ഒരു മോശവും നടക്കുന്നത്. സംഘത്തിനെ വെറുതെ പേര് പറഞ്ഞ, അതുകൊണ്ടാണല്ലോ ഇവിടെ CPM-ഉം മറ്റേ LDF-ഉം UDF-ഉം ഒക്കെ എപ്പോഴും RSS അത് ചെയ്തു. RSS ഒരു ചെറ്റത്തരവും ചെയ്ത ചരിത്രമില്ല. RSS ചെറ്റത്തരം ചെയ്യത്തില്ല. കാരണം RSS ഉണ്ടായത് ഹിന്ദു മഹാസഭയിൽ നിന്നാണ് സംഘം ഉണ്ടാവുന്നത്. സംഘത്തിൽ നിന്നാണ് പിന്നെ ജനസംഘം BJP ഉണ്ടാവുന്നത്. ഇത് വെറുതെ സംഘത്തിനെ കുറ്റം പറയാണ്. സംഘം എന്ത് തെണ്ടിത്തരമാണ് ഈ കാണിച്ചത്? ഒരു സ്വയം സേവൻ ഒരിക്കലും ഒരു ചെറ്റത്തരം കാണിക്കാൻ പറ്റില്ല. പക്ഷേ RSS-ന്റെ പേര് പറഞ്ഞ് ഇപ്പൊ ശബരിമലയിൽ അയ്യപ്പൻ ഒരു തെണ്ടിത്തരവും കാണിക്കത്തില്ല. അയ്യപ്പന്റെ പേര് പറഞ്ഞ് തന്ത്രി അവിടെ വന്ന് മോട്ടിച്ചു. വിജയ മല്യയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുത്തു. അവിടുത്തെ കൊള്ള നടത്തിയതാരാണ് യഥാർത്ഥത്തിൽ? അത് ഇവര് പറഞ്ഞോ? ഇവരതെല്ലാം മറച്ചു വെച്ചിട്ട് കൊള്ളയ്ക്ക് കൂട്ടം നിന്ന് തന്ത്രിയെ കൊണ്ടു നടക്കുന്നു രാജീവ് ചന്ദ്രശേഖരൻ. പിന്നെ എതിരെ അല്ലാതെ പിന്നെ എന്ത് പറയണം? ഇവൻ വിജയ മല്യയ്ക്കെതിരെ സംസാരിച്ചോ? ഈ താഴിയക്കുടം കംപ്ലീറ്റ് എടുത്തിട്ട് അതിൽ ഇറിഡിയത്തിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി. അതിനുശേഷമാണ് കേരളത്തിൽ നമ്മൾ എല്ലാവരും ഇന്ത്യയിൽ കാണുന്നത് കിങ് ഫിഷർ എന്ന് പറയുന്ന എയർലൈൻസ്. എത്ര കോടി രൂപയാണോ അതിന്റെ പ്രോപ്പർട്ടി എന്നറിയോ? അതിനെപ്പറ്റി ചർച്ചയില്ല. 4 കോടി രൂപയുടെ 4 ഉണക്ക ഉലുവയുടെ സ്വർണം ശബരിമലയിൽ നിന്ന് പോയെന്ന് പറഞ്ഞിട്ടാണ് ഈ ബഹളം. അപ്പൊ അങ്ങ് പറയുന്നത് കേരള BJP-യില് KJP-യില് യോഗ്യരായവരാരുമില്ല. ഇവരൊക്കെ ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഇത്രയും UP-യില് യോഗിയെ പോലെ ഇവന്മാർക്കെതിരെ ഇതുപോലെ ഈ തിന്മകൾക്കെതിരെ സംസാരിക്കുന്ന ഒരൊറ്റ തന്തയ്ക്ക് പറന്ന് ഒരുത്തൻ ഈ കേരള BJP-യിൽ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഈ തൊണ്ട പൊട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ കവിതാജി? അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വരാൻ എന്തെങ്കിലും അങ്ങേക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ ഇവിടുത്തെ പോസ്റ്റില്ല, ഞാൻ ബാംഗ്ലൂരാണ്. ഞാൻ വളർന്ന എൻ്റെ നാട് ഇതാണ്, എൻ്റെ ആൾക്കാരുടെ എനിക്ക് എൻ്റെതായ കുറച്ച് ഇതുണ്ട്. എന്നെ വർഗീയവാദി എന്ന് പറയും. എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ എൻ്റെ വർഗത്തിന് വേണ്ടി വാദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ രാജീവ് ചന്ദ്രശേഖർ ഈ അങ്കിൾ മണ്ണ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇയാൾക്ക് വേണ്ടി ഇന്നലെ കരമന ജയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി പറഞ്ഞിട്ടല്ലേ നമ്മളെല്ലാവരും ഇയാളെ സപ്പോർട്ട് ചെയ്തത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ, എനിക്ക് BJP വളർന്നു കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു 25 MLA-മാരെങ്കിലും BJP-യിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവർക്കുള്ള ഫണ്ട്, കാര്യങ്ങള്, എല്ലാ സാധനങ്ങളും ചെയ്യാനുള്ള ഞാൻ ആരടുത്തൊക്കെ പറഞ്ഞു. ഞാൻ സുദർശൻ സദാശിവായ സംഘത്തിന്റെ പ്രാന്ത പ്രചാരകർ സുദർശൻജി അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ മുതിർന്ന പല ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. BJP-ക്കാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ സുദർശൻജി ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. കാരണം സുദർശൻജിക്ക് അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. RSS-കാരൻ ഒന്നിൽ വേറെ ഒറ്റ കാര്യം അദ്ദേഹം പറയാറുള്ളൂ, നമുക്ക് ഇവിടെ ദേശീയത വളർത്തണം, മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ അവർക്ക് അവരുടെ പ്രോട്ടോക്കോളോ അല്ലെങ്കിൽ അവരുടെ രീതി വെച്ച് അവർ വേറെ ഒന്നിൽ സംസാരിക്കുന്ന ചരിത്രമില്ല. എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർ എന്തർത്ഥത്തിലാണ് സംഘം പറഞ്ഞു. സംഘം ഒന്നും ആവശ്യമില്ല, ഇടപെടാറില്ല. പോട്ടെ, ഇങ്ങനൊരു പ്രതികരണം നടത്തിയതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് ഇവിടെ മാറ്റം വരുത്തേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിക്കാണ്. ബുദ്ധിയില്ലാത്ത കഴുതകളാണ് ഇവിടെ കേരളത്തിലുള്ളതെങ്കിൽ ഇവിടുത്തെ അതുപോലെ തന്നെ ഈ വ്യഭിചാരികളെയും അഴിമതിക്കാരെയും അകത്ത് നിന്ന് നമ്മുടെ ആൾക്കാരെ കൊല്ലുന്ന ദേശവിരുദ്ധരെയുമാണ് ഇവിടെ കേരളത്തിലെ ഹിന്ദു സമൂഹം ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും ഇങ്ങനത്തുള്ള ആൾക്കാരൊക്കെ വിജയിക്കണം. മറിച്ച് ധർമ്മബോധമുള്ളവരാണെങ്കിൽ ഇവർ വിജയിക്കില്ല. ഇത് എഴുതി വെച്ചോ. ഇലക്ഷൻ കഴിയുമ്പോൾ അറിയും. ഞാൻ ഇത്രയും വന്ന് എന്നെ കൊണ്ടൊരു ശക്തി പറയിപ്പിക്കണം. ഇവന്മാർക്ക് വോട്ട് കൊടുക്കുന്ന കുടുംബം മുടിഞ്ഞു പോവും. ഭദ്രാനന്ദന്റെ പ്രവചനം തെറ്റിയിട്ടില്ല. പ്രോഗ്നോസ്റ്റിക്കേറ്റർ അവാർഡ് എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടിയ ലോകത്തിലെ ഏക വ്യക്തി ഞാനാ. ഞാൻ നടത്തിയത് ഇവിടെ നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ വെറും പ്രവചനമല്ല, എല്ലാം സത്യമായ പ്രവചനം. വെറുതെ ജെമിനിയിൽ അടിച്ചു നോക്കിയാൽ മതി. പ്രഡിക്ഷൻസ് അബൌട്ട് സ്വാമി ഭദ്രാനന്ദ്. ഞാൻ പറയണ്ട, ഇന്നത്തെ പിള്ളേർക്ക് തലയിൽ ആളുണ്ട്. 6th സെൻസ് ഉള്ളവനെ പ്രഡിക്റ്റ് ചെയ്യുള്ളൂ. 5 ഇന്ദ്രിയങ്ങൾ അടങ്ങുമ്പോഴാണ് 6ാം ഇന്ദ്രിയം തുറക്കുന്നത്. അങ്ങനെ ഒരു സന്യാസിയെ കാണിച്ചു തരൂ. ഞാൻ രാഷ്ട്രീയത്തിൽ എന്നെ കൊണ്ടിട്ടത് ഏറ്റവും വലിയ വൃത്തികേടുകൾ ഈ രാഷ്ട്രീയത്തിലാണ് നിൽക്കുന്നത്. ഇവന്മാരാണ് ജനങ്ങളുടെ വിധി നശിപ്പിക്കുന്നത്. ഞാൻ ഇവരുടെ ഒന്നിനും എതിരല്ല, ഞാൻ ഇവരുടെ ഒരു കാര്യത്തിനും എതിരല്ല. പക്ഷെ ഇവരെന്തിനാണ് നമ്മുടെ കാവിക്കൊടി ഉപയോഗിക്കുന്നത്? താമരയുടെ അർത്ഥം 1000 ദളങ്ങളുള്ളതാണ്. സഹസ്രപത്മം മൂലാധാരത്തിൽ നിന്നും നമ്മുടെ കുണ്ഡലിനി എനർജി ഉണർത്തി കൊണ്ടുവന്ന് ഈ നമ്മുടെ ഷടാധാര ക്രിയയെല്ലാം ചെയ്ത് നമ്മുടെ സഹസ്രപത്മം തുറക്കുമ്പോൾ
1000 ദളങ്ങളുള്ള ഇതാണ്. ഓരോ ലീവ്സും 10,000 നോളജാണ്. ഇവർ പറയുന്നത് 1000 ദളങ്ങളുള്ളത് തുറക്കണ്ട, നമുക്ക് 5 ദളങ്ങളുള്ള BJP-യുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ജ്ഞാനം കിട്ടുമെന്നാണ്. ശിവ ശിവ എന്ന് വിളിക്കണ്ട, മോദി മോദി എന്ന് വിളിച്ചാൽ മതി എന്നാണ്. മോദി മോദി എന്ന് വിളിച്ചാൽ മോക്ഷം കിട്ടുമോ? ആണോ? മോദിയെ നമുക്ക് മോദി ഈസ് മോദി, ഫൈൻ. അദ്ദേഹം നമ്മുടെ രാഷ്ട്രത്തിന്റെ ആവശ്യ ധർമ്മപുത്രനാണ്, ഒരു അവതാര പുരുഷനാണ്, ഒരു കാര്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടു. മോദിയെ കാണിച്ചിട്ട് ഇവിടെ പോക്രത്തനം കാണിക്കുന്ന ഇവന്മാരെ എന്താ ചെയ്യണ്ടേ? സി, നമ്മളുടെ ആൾക്കാർക്ക് അറിവുണ്ട്, തിരിച്ചറിവില്ല. അവിടെയാണ് പ്രശ്നം. ഇവിടെ ഒരാളെ കാണിക്കും. ഇപ്പൊ ടിക്ടോക്കുകാരെ, ബിഗ് ബോസുകാരെ, അതുപോലെ തന്നെ മറ്റേ എൻ്റെ പേരെന്താ, ഈ പറയുന്ന റീൽസ് ഇട്ട് നടക്കുന്നവരെ, ഇവരെയൊക്കെയാണോ നരേന്ദ്രമോദിയെ പോലുള്ള ഒരു ഉരുക്ക് മനുഷ്യൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഓർഗാസം എന്താണെന്ന് കാണിച്ചു കൊടുത്ത് ഒരു അത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഫിഗറിനെ റെപ്രസെന്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഈ ചൈൽഡിഷ് ആയിട്ടുള്ള പിള്ളേരെയാണോ? ആണോ? ഇവർ പൊളിറ്റിക്കൽ ഹീറ്റ് എന്താണെന്ന് ഫേസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് എൻ്റെ പ്രശ്നം, എൻ്റെ ചോദ്യം ഇതാണ്. ശ്രീനാരായണീയരെ അത്രയും നശിപ്പിച്ച് കൊള്ളമാക്കിയത് കാട്ടുകള്ളനായ വെള്ളാപ്പള്ളിയുടെ മോനെയും. വെള്ളാപ്പള്ളിയുടെ മോൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എനിക്ക്. അദ്ദേഹം ഒരു ഫേമസ് ലോയറാണ്. അദ്ദേഹത്തിനെ വിളിച്ചു, അതെ, ഈ മുഖ്യ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പിന്നെ അതിലെന്തോന്ന് വാഹോ കീകോ, കാര്യവാഹിനിയാണ് പറഞ്ഞത്, വാഹോ കീകോ മറ്റേ വാദ എന്നൊക്കെ പറയുന്ന കുറെ പോസ്റ്റുകൾ. അപ്പൊ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, അത് ഇന്നതാണ്. ഓ എനിക്കിതൊന്നും അറിയണ്ട, നമുക്ക് ഞാൻ അടിച്ചു പൊളിക്കണം, എൻജോയ് ചെയ്യണം. ഇതാണ് എൻജോയ് ചെയ്യണം. എന്താണ്? പൈസ മാത്രമല്ല, അയാളുടെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവന്റെ സുന നോക്കി അത്രയും തേഞ്ഞ് തീർന്നിട്ടുണ്ടെന്ന്. വെള്ളാപ്പള്ളി പറഞ്ഞ വാക്കാണ്, ഞാനല്ല പറഞ്ഞത്. അവന്റെ സുന അത്രയും പെണ്ണ് പിടിച്ച് തേഞ്ഞ് തീർന്നിട്ടുണ്ടെന്ന്, അതുപോലും കാണൂല എന്ന് പറഞ്ഞതാണ് വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെയുള്ള ആളെ ഇവിടുത്തെ ആൾക്കാർ പിടിച്ചുകൊണ്ടിരുത്തിയിരിക്കുന്ന ആരാ? സുരേന്ദ്രനും ടീമും കാരണം കൊണ്ട് അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തി നരേന്ദ്രമോദിയുടെ അടുത്ത് ഇവരുടെ അടുത്ത് കൊണ്ട് ഇരുത്തുമ്പോൾ അവരെത്ര വിശ്വസിച്ചിട്ടാണ് ഇവരുടെ വാക്ക് കേൾക്കുന്നത്. അമിത്ഷാ, നരേന്ദ്രമോദി തപസ് കൊണ്ട് BJP-യെ പിടിച്ചെടുത്തതാണ്. അവരുടെ ഓറയും അവരുടെ സാധനയും അവരുടെ കർമ്മശുദ്ധിയും അവരുടെ ത്യാഗവും കൊണ്ട് ഉണ്ടാക്കിയെടുത്താണ് ഇന്ന് കാണുന്ന BJP. അതിനെ ഇതുപോലുള്ള, അതായത് വലിയൊരു ബൊഫയുടെ അടുത്ത് 2 കഷ്ണം മലം എടുത്ത് വെക്കണ പോലെയല്ലേ ഉമ്മാര് ചെയ്തിരിക്കുന്നത്. അവരെ പറ്റിക്കല്ലേ ഉമ്മാര് ചെയ്തേ. എന്നിട്ട് ഇതിനെതിരെ ഇവിടെ ഉള്ള ഉമ്മാർ ആര് സംസാരിച്ചു? അപ്പൊ ഇവർക്ക് അതാണ് പറയുന്നത്, ഘോരി ഭയമില്ലാത്തവനാവണം ഉമ്മാര്. ഗുരുവിനെ ശുശ്രൂഷ കൊണ്ടും ജനത്തെ ദാനം കൊണ്ടും സത്യത്തെ നീതി കൊണ്ടും ശത്രുവിനെ ആയുധം കൊണ്ടും ജയിക്കാനാണ് എന്നെ പഠിപ്പിച്ചത്. എന്റെ ധർമ്മമാണ് വലുത്. അടുത്തത് PC ജോർജിനെതിരെ ഷോൺ എൻ്റെ ചെറിയ ബാല്യകാല സുഹൃത്തായിരുന്നു. അദ്ദേഹം ഇന്ന് കേരള കോൺഗ്രസ് പയ്യനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ UDF-ലും LDF-ലും ആയിരുന്നെങ്കിൽ ഞാൻ ഷോണിനെ ചെന്ന് സപ്പോർട്ട് ചെയ്തേനെ എല്ലാ രീതിയിലും. ഷോണിനെ ഇവിടുത്തെ പോലീസ് അടിച്ച് കംപ്ലീറ്റ് വരഞ്ഞിരുന്നപ്പോൾ ഞാൻ ഷോണിനെ കണ്ടിട്ട് ഞാൻ കൊച്ചിയിൽ പത്രസമ്മേളനം നടത്തി. മരിച്ചിരി കമ്പിലല്ല ഇനി കൊടി കെട്ടി പോവേണ്ടത്, GI പൈപ്പിൽ പോകണം, അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഷോണിന് വേണ്ടി പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. പത്രക്കാർക്ക് അറിയാതെ. എനിക്ക് ഷോണിനെ ഇഷ്ടമാണ്. ഷോൺ ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഷോണിനെ കൺട്രോൾ ചെയ്യുന്ന 2 ഡേഞ്ചറസ് ഇതാണ്. ഒരു സൈഡിൽ വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത തന്ത, ഓപ്പർച്യൂണിസ്റ്റ്. പവറിന് വേണ്ടി അയാൾ ആരുടെ കൂടെയും പോകും. STP-യുടെ കൂടെ പോയി അയാള്. അന്ന് ഞാൻ കട്ടിയതാണ് അയാളെ. സ്വന്തം, അതായത് വോട്ടർമാരെന്ന് പറയുന്നത് അത്രയും വിശ്വസിച്ച് അങ്ങൊരു സ്ത്രീയാണ്. അങ്ങയുടെ പുരുഷനെ അല്ലെങ്കിൽ അങ്ങയുടെ പ്രാണനാഥനെ അത്രയും വിശ്വസിച്ച് അദ്ദേഹമേ എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ അവർ വേറെ പല ബന്ധങ്ങളും ഉണ്ടാക്കി അങ്ങേ ചതിച്ച് അങ്ങ് എന്ത് ചിന്തിക്കും? അങ്ങ് സപ്പോർട്ട് ചെയ്യുമോ? ആ അവസ്ഥയേ ഉള്ളൂ. ജനങ്ങളെ അത്രയും വിശ്വസിച്ചാണ് ഇവരെയൊക്കെ ഇതാക്കണേ. ഇയാൾ SDPയുടെ കൂടെ പോയി എന്നിട്ട് പിന്നെ ന്യായം പറയുക ഒന്നും വേണ്ട. ഒരാളെ തിരിച്ചറിഞ്ഞിട്ട് ആൾക്കാർ വോട്ട് കൊടുക്കും. തിരിച്ചറിവിന്റെ വോട്ടാണ് നമുക്ക് വേണ്ടത്. ഇയാള് ഈ PC ജോർജ് എന്ന് പറയുന്ന ആള് മാണി എന്ന് പറഞ്ഞ മാണി സാറിന്റെ കൂടെ നടന്ന് അദ്ദേഹത്തിന്റെ രഹസ്യങ്ങളെല്ലാം പബ്ലിക്കലി വിളിച്ചു പറഞ്ഞു. എനിക്ക് ഇവിടുത്തെ മിക്കവാറും ഉള്ള പൊളിറ്റീഷ്യൻസിന്റെ പല കാര്യങ്ങളും എനിക്കറിയാം. കാരണം ഞാൻ പലരുടെയും കൺസൾട്ടന്റ് ആണ്. ഞാൻ 20ാമത്തെ വയസ്സിലെ ആൾക്കാർ അവരുടെ മനസ്സ് തുറക്കുന്നത് എൻ്റെ അടുത്താണ്. എൻ്റെ ശത്രുക്കളായിട്ടുള്ളവരുണ്ട് പല ഇതിലും രാഷ്ട്രീയപരമായിട്ട്. ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് 4 ലൈക്ക് അടിക്കാനോ അല്ലെങ്കിൽ കുറച്ച് സോഷ്യൽ മീഡിയ കമന്റിൽ ഇത് കിട്ടാനോ വലിയ ആളാവാനോ ഞാൻ ആരുടെയും രഹസ്യം തുറന്നു പറയില്ല. ഇത്തരം രഹസ്യങ്ങൾ ഞാൻ പൊതുവായ രഹസ്യങ്ങൾ
ജനങ്ങൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചിലത് പറയും. പക്ഷെ എന്നോട് പേഴ്സണലി പറഞ്ഞ ഒരു രഹസ്യവും ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. PC ജോർജ് അങ്ങനെയാണോ? അയാൾ പക്ക അവസരവാദിയാണ്. ആരെ കണ്ടാലും അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സാധന. എൻ്റെ അടുത്ത് ലാസ്റ്റ് കാണുമ്പോൾ മംഗളത്തിൽ അജിത്തേട്ടൻ്റെ മകളുടെ കല്യാണത്തിന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. അപ്പം ഞാൻ ഇവിടെ കോടിയേരി ബാലകൃഷ്ണനും വിനോദിനി ചേച്ചിയൊക്കെ അപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരുമാതിരി റോന്ത് ചുറ്റി കഴിഞ്ഞ് നടക്കുകയാണ്. അപ്പം ഞാൻ ഇയാളെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്തില്ല. അപ്പം എന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് പറയാം ആൾക്കാരടുത്ത്, സ്വാമിജി ഇപ്പം നമ്മളോട് ഇച്ചിരി പിണക്കത്തിലാണ്. ഞാൻ പറഞ്ഞു, ദേവി അത് കൈവിടും. നിങ്ങൾക്ക് പറ്റിയ ആളല്ല ഞാൻ, എനിക്ക് പറ്റിയ ആളല്ല നിങ്ങൾ. അതുപോലെ നമുക്കൊന്ന് ഇരിക്കണം, നമുക്ക് പിണറായി വിജയനിട്ടൊരു ഒരു ചില കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, പിണറായി വിജയനിട്ട് അടിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ ഈ കല്യാണത്തിന് വന്നതാണ്. ഞാൻ ഇറങ്ങിപ്പോയി. ഇയാള് അത് കഴിഞ്ഞിട്ട് ആയിരുന്നപ്പോഴാണ് ഈ പറയുന്ന പോലെ ഈ വൃത്തികെട്ടവനുണ്ടല്ലോ, നമ്മുടെ BJP തൊലച്ചു നശിപ്പിക്കുന്ന ഈ സുരേന്ദ്രൻ തൂക്കിയെടുത്തോണ്ട് കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെയാണ് ഈഴവരെ തൊലച്ച് നശിപ്പിക്കുന്ന വെള്ളാപ്പള്ളിയുടെ മോനെ കൊണ്ടുവന്നു. സുരേന്ദ്രനായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നല്ല BJP നേതാവുണ്ടോ കേരളത്തിൽ? അല്ലെങ്കിൽ ഈ സുരേന്ദ്രനായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ഈഴവനുണ്ടോ? ഇവരുടെ ടീം ആരെ ഉയർത്തിയിട്ടില്ല. ഈഴവനെന്നും താഴെത്തട്ടില്ല. അതുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്നു. എൻ്റെ വോയിസ് ഈ പറയുന്ന പോലെ ഈഴവർക്ക് അവരുടേതായ ക്വാളിറ്റി ഉണ്ട്. പക്ഷെ എക്കാലത്തും അവർ അടിമയായിരുന്നു. രാവണന്റെ ബ്ലഡാ. വി കെയിം ഫ്രം സിലോൺ. നമുക്ക് നമ്മുടേതായ രീതിയിൽ ബുദ്ധി കൊണ്ടും ബലം കൊണ്ടും എല്ലാം രാവണൻ ടോപ്പ് തന്നെയായിരുന്നു. ഇനി ഇവര് നറേറ്റ് ചെയ്ത കഥയിൽ രാവണൻ മരിച്ചു, രാവണനെ കൊന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.